ഷിൻചാൻ. ആരാണ് ഷിൻചാൻ? കൂട്ടുകാർക്ക് ഷിൻചാനെ അറിയില്ലേ? ഷിൻചാനെ ഉണ്ടാക്കിയതാരാന്നറിയോ? ഷിൻചാന്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ്? ഷിൻചാന്റെ കൂട്ടുകാരാരൊക്കെയാണ്? ഷിൻചാന്റെ ടീച്ചർമാരോ? ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. അദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഷിൻചാനെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, വീക്ക്ലി മാങ്ക ആക്ഷൻ എന്ന ജാപ്പനീസ് മാസികയിലൂടെയാണ് ഷിൻചാൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. 1992 അത്. യോഷിഡോ ഉസോയി എന്ന ജാപ്പനീസ് ചിത്രകാരനാണ് നമ്മുടെ ഷിൻചാന് വരയിലൂടെ ജന്മം നൽകിയത്. ശരിക്കും ഷിൻചാൻ ജനിച്ചിട്ട് 32 വർഷമായി, അതായത് 32 വയസ്സ്. എന്നാൽ നമ്മുടെ മുന്നിൽ ഷിൻചാൻ 5 വയസ്സുള്ള കുഞ്ഞി കുട്ടിയാണ്. ഈ ചിത്രമാണ് യോഷിഡോ ഉസോയി ആദ്യമായി ഷിൻചാനെ വരച്ച ചിത്രം. നോക്കിക്കേ, ഇത്ര വർഷമായിട്ട് നമ്മുടെ ഷിൻചാന് ഒരു മാറ്റവും ഇല്ല. 1992 TV ആനിമേഷൻ പരമ്പരയിലും ഷിൻചാൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു. കൂട്ടുകാർക്കറിയാമോ, മലയാളം ഉൾപ്പെടെ 30-ലധികം ഭാഷകളിൽ ഷിൻചാൻ തർജ്ജമയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഷിൻചാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരൊക്കെയാണ്? നമുക്കൊന്ന് കണ്ടാലോ? കൂട്ടുകാർക്കറിയാലോ, ഇവനാണ് നമ്മുടെ ഷിൻചാൻ. ഷിൻചാൻ നൊഹാറ എന്നാണ് ഇവൻ്റെ മുഴുവൻ പേര്. ഇവന് ആകെ 5 വയസ്സേ ആയിട്ടുള്ളൂ. ഇദ്ദേഹമാണ് ഹിറോഷി നൊഹാറ, ഷിൻചാൻ്റെ അച്ഛൻ. വയസ്സ് 35 ആണെങ്കിലും ഷിൻചാനെ സഹായിക്കാൻ എന്നും അവൻ്റെ കൂടെ ഉണ്ടാവും. ഇത് മിസായെ നൊഹാറ, ഷിൻചാൻ്റെ അമ്മ. നമ്മുടെ അമ്മമാരെ പോലെ നേർവഴിക്ക് നയിക്കാനും ഇടയ്ക്ക് വഴക്ക് പറയുന്ന ഒരു നല്ല അമ്മയാണ് മിസായെ നൊഹാറ. ഇത് ഹിമാവാരി നൊഹാറ. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഷിൻചാൻ്റെ അനിയത്തി കൂടിയാണ് ഹിമാവാരി. ഷിൻചാൻ്റെ അതേ സ്വഭാവമാണ് ഹിമാവാരിക്ക്. ഇവനാണ് ഷീറോ. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഷിൻചാൻ്റെ ഒരു പട്ടിക്കുട്ടി കൂടിയാണ് ഷീറോ. ഒരു പാവം പട്ടിക്കുട്ടിയാണ് നമ്മുടെ ഷീറോ കുട്ടൻ. ഇവനാണ് ബോച്ചാൻ. ഷിൻചാൻ്റെ കൂട്ടുകാരനിൽ കല്ലിനോട് ഏറ്റവും സ്നേഹമുള്ള ഒരു കുട്ടി കൂടിയാണ് ബോച്ചാൻ. ഷിൻചാൻ്റെ അതേ പ്രായമാണ് ഇവനും. ഇവനാണ് മസാവ്. ഷിൻചാനെ പോലെ ആക്ഷൻ, കോമൺ, കാർട്ടൂൺ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അതിന് അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു കുട്ടി കൂടിയാണ് മസാവ്. ഇവൻ കസാമ. ഷിൻചാൻ്റെ കൂട്ടുകാരിൽ ഏറ്റവും ഇൻ്റലിജൻറ്റും ഐക്യമുള്ള ഒരു കുട്ടിയാണ് കസാമ. എന്നും ട്യൂഷന് പോകുന്ന ഒരു കുട്ടി കൂടിയാണ് ഇവൻ. ഇവളുടെ പേര് നേനെ. എന്നും വീടുകളിലും ഡ്രാമയുമായിട്ട് ഷിൻചാൻ്റെയും കൂട്ടുകാരുടെയും പിറകെ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് നേനെ. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്കൂളിൽ ഒരു ഗ്യാങ് ഉണ്ടാകില്ലേ? അതേപോലെ ഷിൻചാൻ്റെ ഒരു ഗ്യാങ് ആണ് കാസുകാബെ ഡിഫൻസ് ഫോഴ്സ്. ബോച്ചാനും മസാവും കസാമയും ഷിൻചാനും നേനയും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു ടീം കൂടിയാണിത്. നമുക്കെല്ലാവർക്കും ഒരു നല്ല ടീച്ചർ ഉണ്ടാവും. അതേപോലെ യോഷിദാക്ക മാം ആണ് ഷിൻചാൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടീച്ചർ. ഷിൻചാൻ പഠിക്കുന്ന നഴ്സറിയിലെ ക്ലാസ് ടീച്ചറും കൂടിയാണ് യോഷിദാക്ക മാം. ഇത് മാത്സുക്ക മാം. കുറച്ച് അഹങ്കാരവും കുറച്ച് പിശുക്കുമുള്ള ഒരു ടീച്ചർ കൂടിയാണ് നമ്മുടെ മാത്സുക്ക മാം.